പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ടി കെ, വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റും പ്രഥമ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡൻറ്റുമായിരുന്ന സഫീർ ഷാ സാഹിബ്, അതുപോലെ തന്നെ ജംഷീൽ ക, തങ്ങൾ, മാഹിർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, ഏവർക്കും സാഹോദര്യ രാഷ്ട്രീയ വിപ്ലവ അഭിവാദ്യങ്ങൾ ആദ്യമേ അർപ്പിക്കുകയാണ്. ഇവിടെ വ്യത്യസ്തമായ തരത്തിലുള്ള അവതരണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്ത് വിവേചനങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഭരണഘടന തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് വ്യത്യസ്ത തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെതിരായിട്ടുള്ള മൗലികാവകാശം ഭരണഘടന ഉറപ്പുവരുത്തുന്ന, നമുക്കറിയാം, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ മൗലികാവകാശം, നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശമുണ്ട്. അതിൽ വിവേചനങ്ങളുടെ കാരണങ്ങൾ പറയുന്നിടത്ത് ഭരണഘടന എണ്ണിപ്പറഞ്ഞ 5 കാര്യങ്ങൾ നമുക്കറിയാം. ജാതിയുടെ പേരിൽ വിവേചനങ്ങൾക്ക് വിധേയമാകാം, മതത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ പ്രദേശത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ. ഇങ്ങനെ 5 കാരണങ്ങളാണ്. ലിംഗം, ഇങ്ങനെ 5 കാരണങ്ങളാണ് ഭരണഘടന എണ്ണി പറയുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, രോഹിത് വെമുല എന്ന് പറയുന്നത് ദലിതനായി ജനിച്ചു എന്ന കാരണത്താലാണ് അവന് അവിടെ വ്യത്യസ്തമായ വിവേചനങ്ങൾക്കിരയായത്, അവിടെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, പ്രൊഫസർമാരിൽ നിന്ന്, അവൻ്റെ ഗൈഡ് അടക്കമുള്ള ആളുകളിൽ നിന്ന് വളരെ ക്രൂരമായ വംശീയമായ വിവേചനങ്ങൾക്ക് അവൻ ഇരയായത്. ജാതി എന്നുള്ളത് ഇന്നും നിലനിൽക്കുന്ന വളരെ ക്രൂരമായ ഒരു വിവേചനത്തിൻ്റെ കാരണമായിട്ട് നമ്മൾ ഇന്നും കാണുകയാണ്. നമ്മൾ ഈ അടുത്ത് നടന്ന പല സംഭവങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടങ്ങളിലെല്ലാം നമുക്ക് ജാതി എന്ന് പറയുന്ന കാരണത്തെ കാണാൻ കഴിയും. നമുക്കറിയാം, കഴിഞ്ഞ ദേവസ്വം മന്ത്രിയായിരുന്ന, നിലവിലെ MP ആയിട്ടുള്ള രാധാകൃഷ്ണൻ, അവര് ഒരു അമ്പലത്തിൽ നേരിട്ടിട്ടുള്ള വലിയ ഒരു ജാതി വിവേചനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഒരു മന്ത്രിയായിരിക്കെ, കേരളത്തിൽ ഉന്നതമായ ഒരു പദവിയിലിരിക്കെ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച് പരിചയമുള്ള, അതിൻ്റെ സംസ്ഥാന തലത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരു നേതാവ്, ഒരു മന്ത്രി നേരിടേണ്ടി വരുന്ന ജാതി വിവേചനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോന്നും എടുത്തു പരിശോധിച്ച്, ജാതി, മതം, നജീബ് അഹമ്മദിൻ്റെത് മതമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നും ആ മതത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, മതത്തിൻ്റെ പേരിൽ ഭീകരമായ വിവേചനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിമാണ് എന്ന കാരണത്താൽ, ക്രൈസ്തവനാണ് എന്ന കാരണത്താൽ, ഇപ്പോൾ ക്രൈസ്തവർക്കെതിരെ വളരെ ക്രൂരമായ വംശീയമായ ആക്രമണങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കരോൾ
സംഘത്തിന് നേരെയൊക്കെയുള്ള വളരെ ക്രൂരമായ ആക്രമണം, അവരുടെ ക്രിസ്മസ് ആഘോഷത്തിന് നേരെയുള്ള ആക്രമണം, മുസ്ലിം ജനവിഭാഗത്തിന് നേരെ നടക്കുന്നത് പോലെ തന്നെയുള്ള വളരെ ക്രൂരമായ ആക്രമണങ്ങൾ, മണിപ്പൂരിലടക്കം നമ്മൾ കണ്ടിട്ടുള്ള വംശഹത്യകൾ എല്ലാം ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വളരെ ആസൂത്രിതമായി മുസ്ലിങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള വംശഹത്യകൾ പോലെ തന്നെയുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓരോ കാരണങ്ങൾ, ഇപ്പോ ലിംഗം, നമുക്കറിയാം കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഇന്ത്യയിലെ കേരളത്തിലെ വളരെ പ്രഗത്ഭരായ താരങ്ങൾക്ക് എതിരെ പോലും അവർ സ്ത്രീകളായിട്ടുള്ള നടിമാർക്ക് നേരെ നടത്തിയിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചും സിനിമാ മേഖലയിൽ നടിമാരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും അങ്ങനെ ലൈംഗികമായ വലിയ ഭീകരമായ അതിക്രമങ്ങളെക്കുറിച്ചുമൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. 18 വയസ്സ് പോലും ആകാത്ത പെൺകുട്ടികൾ പോലും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് വരെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ ഒരു പോലീസ് നടപടിക്രമം, ഒരു നിയമപരമായ നടപടിക്രമം കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോ പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സ്ത്രീകളാണ് എന്ന കാരണത്താൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനീതിയെക്കുറിച്ച്, വിവേചനത്തെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രദേശപരമായ, ഇന്നിപ്പോ നമ്മൾ സമരം ചെയ്യാൻ പോകുന്ന മലപ്പുറത്ത് 4 ഡോക്ടർ തസ്തികകൾ മാത്രം അനുവദിച്ചിട്ടുള്ളൂ. 202 അനുവദിക്കുമ്പോ അതിൽ വെറും 4 മലപ്പുറത്തിന് അനുവദിച്ചിട്ടുള്ളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ഒരു ജില്ല, അവിടെ വെറും 4 ഡോക്ടർമാരുടെ തസ്തികകൾ മാത്രം അനുവദിച്ചിട്ടുള്ളൂ എന്നുള്ളത് പ്രദേശപരമായ ഭീകരമായ വിവേചനത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്, ഒരു ഉദാഹരണമാണ്. അതുപോലെ ഭാഷ, ഉറുദു സംസാരിക്കുന്ന അല്ലെങ്കിൽ ഉറുദു ഭാഷയോട് ഭരണകൂടം എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ അതിനെ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദി ഭാഷയെ മാത്രം പരിഗണിക്കുന്നതും ബാക്കി ഇവിടുത്തെ പ്രാദേശിക ഭാഷകളെ മുഴുവൻ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോന്നും നമ്മൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട നടപടികളായാലും, അതുപോലെ തന്നെ നിയമനിർമ്മാണങ്ങളായാലും, അതുപോലെ തന്നെ ഇവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങളായാലും, വംശഹത്യാ പദ്ധതികളായാലും എല്ലാം ഇത്തരത്തിലുള്ള ഓരോ കാരണങ്ങളെ അതിലൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ കാരണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നവരാണ്. അത് JNUവിലും അതുപോലെ തന്നെ HCUവിലും ഒക്കെ നമ്മുടെ സഹപ്രവർത്തകർ അത് ഉയർത്തിയ സമയത്ത് അന്ന് SFIന്റെ നേതാക്കൾ നമുക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ, ഈ ഫ്രട്ടേണിറ്റിക്കാർ, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ സാദിഖ് എന്ന് പറയുന്ന SFIന്റെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പ്രസംഗമൊക്കെ അവര് ഇങ്ങനെ എന്തോ സൈദ്ധാന്തികമായി സംസാരിക്കുന്നവരാണ് എന്ന രീതിയിൽ നമ്മളെ ട്രോളിക്കൊണ്ടുള്ള വർത്തമാനങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഒരു കാലത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ JNUവിലും ഒക്കെ ഉയർത്തിയിട്ടുള്ള ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയത്തിനെതിരായി നമ്മൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, നമ്മൾ നടത്തിയിട്ടുള്ള സംസാരങ്ങൾ, നമ്മൾ നടത്തിയിട്ടുള്ള നമ്മുടെ പ്രസ്താവനകൾ, അത് അന്ന് അവർ വിളിച്ചിരുന്നത് ഇത് വെറും അക്കാഡമിക് ആയിട്ടുള്ള ജാർക്കണുകളാണ്, ഇവർ വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ അന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചത്. എന്നാൽ ഇന്ന്
കേരളത്തിലെ മുഴുവൻ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൊണ്ടും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ ഇന്ന് എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ പത്രസമ്മേളനം നടത്തി പറയുന്ന ഒരു ക്വസ്റ്റ്യനായിട്ട്, ഒരു പ്രശ്നമായിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് ഇങ്ങനെ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ഇസ്ലാമോഫോബിയയാണ്, ഇത് ഈ ജാതീയതയാണ്, ഇത് ജാതി വംശീയതയാണ്, ഇങ്ങനെ ഓരോന്നും ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തെ ഇലക്ഷൻ റിസൾട്ട് അടക്കം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മേൽക്കോയ്മ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയത്തിനുള്ള ഒരു രാഷ്ട്രീയ വിജയം നമുക്ക് നേടിയെടുക്കാൻ പലപ്പോഴും ഇവിടെ CPM-ന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ വംശീയ പ്രചാരണങ്ങൾ പല അർത്ഥത്തിലും നടത്തിയപ്പോഴും അതിനെയൊക്കെ മറികടക്കാൻ, അല്ലെങ്കിൽ അതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ഒരു വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയത്തിന്റെ കരുത്താണ്, മേന്മയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അഭിവാദ്യങ്ങൾ.